അക്കൗണ്ടിങ്ങിന് ചില കൺസെപ്റ്റ് ഉണ്ട്. അക്കൗണ്ടിങ്ങിന് ചില കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അനന്തു ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. എന്താ കൺസെപ്റ്റ് വരുന്നത്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അണ്ടർ ദിസ് കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സും ബിസിനസ്മാനും സെപ്പറേറ്റ് ആണ്. ബിസിനസ് ഒന്നാണോ? നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ബിസിനസ് നടത്തുന്ന ആളല്ലേ ബിസിനസ്മാൻ അല്ലേ? പക്ഷെ അക്കൗണ്ടിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തല്ല, ബിസിനസ്സും ബിസിനസ്മാനും ഒന്നാണോ? അല്ല, രണ്ടും രണ്ടാണ്. ഇതാണ് എഴുതി കേട്ടോ. അത് എഴുതി വെച്ചാൽ മാത്രം മതി. എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ബിസിനസ് ആർ സെപ്പറേറ്റ് എൻറ്റിറ്റി. ബിസിനസ് എന്താണ്? സെപ്പറേറ്റ് ആണ്. ആരിൽ നിന്നും? ഓണറിൽ നിന്നും. ആരിൽ നിന്ന്? ഫ്രം ഇറ്റ്സ് ഓണർ. ആരിൽ നിന്നോ സെപ്പറേറ്റ് ആണ്. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫ്രം ദ ഫേം പോയിന്റ് ഓഫ് വ്യൂ. ട്രാൻസാക്ഷൻസ് എല്ലാം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ്? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബിസിനസ്മാൻ വ്യക്തിപരമായ ആവശ്യത്തിന് പണം പിൻവലിച്ചാൽ നമ്മൾ പറയുന്നത് ബിസിനസ്സിന് എന്ത് പോയെന്ന്? ക്യാഷ് പോയെന്ന് പറയത്തില്ലേ? കാര്യം എന്താ? നമ്മൾ ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് നിൽക്കേണ്ടത്? ഫേമിന്റെ. നമ്മളാരാ? ബിസിനസ് നടത്തുന്ന ആളാണോ? അല്ല. നമ്മളാരാ എന്ത് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുകയാണ്. ഇത് പഠിച്ച് നമ്മൾ ആരാവുകയാണ്? അക്കൗണ്ടന്റ് ആവുകയാണ് അല്ലേ? അപ്പൊ അക്കൗണ്ടന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ അഥവാ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ ബിസിനസ്മാൻ എന്താണ്? ബിസിനസ്സും എന്താണ്? സെപ്പറേറ്റ് ആണ്. പഠിക്കാമല്ലോ. ഓക്കെ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ പഠിച്ചേ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ബിസിനസ് ആസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. പഠിച്ചോ? പറഞ്ഞേ. According to this principle, business as separate entity from its owner. The transactions are recorded in the from the firm point of view. Transactions എല്ലാം ആരുടെ പോയിന്റ് ഓഫ് വ്യൂ റെക്കോർഡ് ചെയ്യണ്ടേ? ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂ റെക്കോർഡ് ചെയ്യണ്ടേ? അതായത് നമ്മൾ പറയല ക്യാപിറ്റൽ ട്രീറ്റഡ് ആസ് ലയബിലിറ്റി. ക്യാപിറ്റൽ എന്താണ് കണക്ക്? നമ്മൾ ലയബിലിറ്റി ആയിട്ടല്ലേ കണക്കാക്കിയ. കാര്യം എന്താ? ആര് കൊണ്ടുവരുന്ന പൈസയാ? ഓണർ കൊണ്ടുവരുന്നയാ. പക്ഷേ ഓണർ കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിസിനസിന്റെ ഉത്തരവാദിത്തമാണ് ഈ പണം എന്ത് ചെയ്യേണ്ടത്? തിരികെ കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? നമ്മളൊരു ബേക്കറി ബിസിനസ് തുടങ്ങി. നമ്മൾ 10 ലക്ഷം രൂപ നിക്ഷേപിച്ചു. ഈ ബേക്കറി എന്ന ബിസിനസിന്റെ ഉത്തരവാദിത്തമാണ് ആ നിക്ഷേപിച്ച 10 ലക്ഷം രൂപ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് തിരികെ തരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ബിസിനസ്സിന് എന്താണ്? ലയബിലിറ്റിയാണ്. പഠിക്കാമല്ലോ അല്ലയോ? അതേപോലെ തന്നെ ഡ്രോയിങ്സ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓഫ്. ഡ്രോയിങ്സ് അറിയാമല്ലോ, വ്യക്തിപരമായ ആവശ്യത്തിന് പണം പിൻവലിച്ചുകൊണ്ട് പോകുന്നത്. അത് നമ്മൾ രേഖപ്പെടുത്തത്തില്ലേ അല്ലയോ? അല്ല, ചില സംശയം ഉണ്ടാവുക. ഫേം നമ്മൾ നടത്തുന്ന ബിസിനസ് അല്ലേ, അതുകൊണ്ട് നമ്മൾ പിൻവലിച്ചാൽ എന്താണ്? അങ്ങനെയല്ല. നമ്മൾ നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ തന്നെയും ബിസിനസ്മാൻ എന്താണ്? അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? സെപ്പറേറ്റ് ആണ്. രണ്ടാണ്. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഓണർ നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്ക്. കണ്ടോ? ഇൻ ദ ഫേം ബുക്ക്. ഫേമിന്റെ അക്കൗണ്ടിങ്ങിൽ ഓണറുടെ അസറ്റ് ലയബിലിറ്റി രേഖപ്പെടുത്തുവോ? ഓണറുടെ വീട്ടിൽ അസറ്റ് ലയബിലിറ്റി രേഖപ്പെടുത്തുവോ? ഇല്ല. ബിസിനസിന്റെ മാത്രമേ രേഖപ്പെടുത്തൂ. കേട്ടല്ലോ? അപ്പൊ എന്താണ്? ഒന്നുകൂടെ പറഞ്ഞിരുന്നു. ഈ പ്രിൻസിപ്പിൾ പ്രകാരം ബിസിനസ് ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ. പഠിക്കാമല്ലോ? ബിസിനസ് ഹാസ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ. പിന്നെ നമ്മൾ പഠിച്ചത് ആ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് എന്താണ്? ഫ്രം ദ ഫേം പോയിന്റ് ഓഫ് വ്യൂ. അറിയാലോ അത്. അപ്പൊ പിന്നെ അതിന്റെ എക്സാമ്പിൾ അറിയാലോ. ക്യാപിറ്റൽ എന്താണ് രേഖപ്പെടുത്തണം? ലയബിലിറ്റി ആയിട്ട് ഡ്രോയിങ്സ് നമ്മൾ എന്താണ്? ആ ബുക്ക് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്തും. അതുപോലെ ഓണറുടെ അസറ്റിന്റെ ലയബിലിറ്റി നമ്മൾ രേഖപ്പെടുത്തുവോ? പഠിക്കാമല്ലോ. പഠിച്ചു.